Hello dears, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു another എപ്പിസോഡ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 8 to 9 മന്ത് സമയത്ത് ഞങ്ങൾ മോൾക്കായിട്ട് ഫോളോ ചെയ്ത ഒരു ഫുഡ് റുട്ടീൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഫുഡ് ചാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നത്തേത് നമ്മൾ റെസിപ്പീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫുഡ് റുട്ടീൻ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ പലരും ഇതുപോലൊരു ഫുഡ് റൂട്ടീൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിലായിരുന്നു മോള്. അപ്പോൾ ഏതാണ്ടൊരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചിരുന്നു. ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്, ഫോർമുല ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫോർമുല ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിന് പകരം ഫോർമുല നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഏതാണ്ട് 1 വയസ്സ് വരെ കുട്ടികളുടെ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല തന്നെ ആവണം. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുറുക്കുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം കുറച്ച് അവർക്ക് സിപ്പ് ചെയ്യാനായിട്ട് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ സിപ്പ് കപ്സിലോ ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 8-8:30 സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്നത്. ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു റാഗി കുറുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏതാണ്ട് 200 ml വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ച് ഒരു വയർ വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. റാഗി മോൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ റാഗി നമ്മൾ പല രീതിയിലും കുറുക്കുണ്ടാക്കാറുണ്ട്. അതിൻ്റെ പാലെടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു കുറുക്കുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ അതാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതുപോലെ പൗഡറിലുള്ള കുറുക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ മോളൊട്ടും കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞും ആൾക്ക് ഈ പാല് എടുത്തിട്ടുള്ളത് കഴിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫൈബർ റിച്ച് ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം ന്യൂട്രിഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള കുറുക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിപ്പട്ടിക്ക് പകരം പനങ്കൽക്കണ്ട് ചേർക്കാവുന്നതാണ്. മധുരം എന്നുള്ളതും കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക. വൈറ്റ് ഷുഗർ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കുറുക്കുകളുടെ റെസിപ്പീസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു കുറുക്കാണ് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഒരു മിഡ് മോർണിംഗ് സമയത്തൊക്കെ വീണ്ടും ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിമാൻഡ് ഫീഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ കറക്റ്റ് സമയം പറയുന്നില്ല, ഈ ഒരു സമയത്താണ് കൊടുത്തിരുന്നത് എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം ഡിമാൻഡ് ഫീഡിംഗ് ആണ്. മോൾക്ക് വിശക്കുന്ന സമയത്ത് കൊടുക്കാറായിരുന്നു പതിവ്. ഈ ഒരു സമയത്ത് 6 months ഒക്കെ കഴിയുമ്പോൾ തന്നെ വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ തിരിച്ച് ജോലിക്കൊക്കെ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തത് വീട്ടിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആരാണോ കുഞ്ഞിനെ നോക്കുന്നത് അവർക്കെടുത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 1 മണി സമയത്താണ് നമ്മൾ ലഞ്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ലഞ്ചിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റൈസ് റെസിപ്പിയാണ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ അത് മാറ്റി ഞാൻ കുറുക്ക് തന്നെ കൊടുത്തിട്ടുമുണ്ട്. കാരണം ചോറ് ആൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സാധനമായിരുന്നു. എസ്പെഷ്യലി മട്ട അരിയൊക്കെ ആണെങ്കിൽ കഴിക്കാനായിട്ട് ഭയങ്കര മടി കാണിച്ചിരുന്നു. ആൾക്ക് പൊന്നിയുടെ റൈസ് വെച്ചിട്ടുള്ള റൈസ് റെസിപ്പീസാണ് ഞാൻ കൂടുതലും കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു റൈസ് റെസിപ്പി നമുക്ക് കാണാം. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മൂങ് ദാൽ, അതായത് നമ്മുടെ പയറ് പരിപ്പ്. അത് ഒരല്പം വെള്ളത്തിൽ അലിയിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരി, അതും അല്പം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വേഗുന്നവരെ പ്രഷർ കുക്ക് ചെയ്യുക. അതിനനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊരു പൊട്ടാറ്റോ മാഷർ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ മാഷ് ചെയ്ത് എടുക്കാം. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ടുള്ളതാണ് താല്പര്യം, അല്ലെങ്കിൽ ഒരു കുറുക്കിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ്. പിന്നെ ചേർക്കുന്ന ഒരല്പം ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ്. ജീരകം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. അത് ഓപ്ഷണലാണ്. കാരണം ചില കുട്ടികൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ക്യാരറ്റ് ദാൽ റൈസ് റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ തന്നെ ഒരുപാട് റൈസ് റെസിപ്പീസിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് അതും ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. ലഞ്ച് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിയുമ്പോഴാണ് ഉറങ്ങിയിട്ടുള്ളത്. ആ ഉറങ്ങുന്ന സമയത്തും ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചാണ് ഉറങ്ങിയിരുന്നത്. ഏതാണ്ട് ഒരു 2 മണിക്കൂർ സമയം വരെ ഉറങ്ങാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് എണീറ്റ് വരുമ്പോഴത്തേക്കും വീണ്ടും ബ്രസ്റ്റ് മിൽക്കാണ് കുടിച്ചിരുന്നത്. നമ്മൾ സോളിഡ് ഫുഡ്സ് ഈ ഒരു സമയത്ത് 3 പ്രാവശ്യമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് പിന്നെ ഡിന്നറാണ് കൊടുത്തിട്ടുള്ളത്. ഇതല്ലാതെ എല്ലാ സമയത്തും മോൾക്ക് വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ഇതുപോലെ നടക്കാനായിട്ട് പോകാറുണ്ടായിരുന്നു. നമ്മൾ പ്രാമിലിരുത്തിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ചുറ്റും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റും നടക്കുമായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികളെയൊക്കെ കാണുന്നതും ഒക്കെ മോൾക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന ശേഷമാണ് ഡിന്നർ കൊടുത്തിരുന്നത്. അപ്പോൾ ഡിന്നർ കൊടുക്കുന്നത് മിക്കവാറും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു സെറിലാക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരല്പം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഏതാണ്ട് 2 സ്പൂണോളം നമ്മുടെ ഹോം മെയ്ഡ് സെറിലാക്ക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് ആദ്യം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത ശേഷം മാത്രം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുക. കുറുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിനകത്ത് അരിയും മറ്റ് ദാൽസും ഒക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇത് പല രീതിയിൽ നമുക്ക് കൊടുക്കാം. മധുരം ചേർത്തിട്ട് പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ കരിപ്പട്ടിയോ ചേർത്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നെയ്യ് ഇട്ടിട്ട് നമ്മുടെ ഏതാണ്ട് ഒരു ചോറിൻ്റെ ഒരു ഫ്ലേവറിലായിരിക്കും അവർക്കത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണമെങ്കിലും കൊടുക്കാം. കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം അത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് വീണ്ടും ഒരു പ്രാവശ്യം ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.